ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. ഇപ്പം എനിക്ക് കണ്ണു നോക്കാൻ വരുന്നില്ല കേട്ടോ, ഓപ്പോസിറ്റ് ഭയങ്കര സൂര്യപ്രകാശം അടിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ കണിയൊക്കെ കണ്ട് ഞങ്ങളുടെ കണി കാണിച്ചു തരാം കേട്ടോ, വാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് വിഷുക്കണി ഈ പ്രാവശ്യത്തേത്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഞാൻ അന്നേരം നേരത്തെ അമ്പലത്തിലോട്ട് പോകുന്നത്, ചക്കുപ്പി ഒന്നും എണ്ണിച്ചില്ല. അപ്പം നമ്മുടെ കുഞ്ഞ് കൃഷ്ണനും പിന്നെ നമ്മളുള്ള സാധനങ്ങളൊക്കെ വെച്ച് നല്ലൊരു വിഷുക്കണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ നേരെ അമ്പലത്തിലോട്ട് പോവാണ്. അമ്പലത്തിൽ നിന്ന് അവിടുത്തെ തിരുമേനി വിളിച്ചാൽ അങ്ങോട്ട് അവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ചെല്ലാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിലോട്ട് പോകാൻ ചക്കുപ്പിയെ നോക്കിയിരുന്നു, പക്ഷെ അവൻ എണ്ണീച്ചില്ല. പിന്നെ ഈ രാവിലെ ഇനി അവനെ വിളിച്ച് എണ്ണിപ്പിച്ചോട്ട് പോയാലേ ചിലപ്പോൾ ഇനി പനി വല്ലതും ആയാലോ കുളിപ്പിച്ചിട്ട്. ഇപ്പം അങ്ങോട്ട് പനിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പം അവനെ വിളിച്ചോണ്ട് പോകുന്നില്ല. എന്തായാലും ഞാൻ പോയി വിഷുക്കണിയെ കണ്ട് അവനൊക്കെ തൊഴുതിട്ട് ഞാൻ രാവിലെ വരാം. അപ്പം ഞാൻ പോയിട്ട് വരാമേ. അല്ല വേണ്ട, നിങ്ങളും വാ, നിങ്ങളെ കൊണ്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകാം. രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ കണ്ട കാഴ്ച ഇത് കണ്ടോ, ഒരു ലൈംഗമ്യ നിറച്ച് പ്രാവിരിക്കുന്നുണ്ടോ ഗൈസ്. അയ്യോ എന്ത് രസം കാണാൻ. രാവിലെ അസംബ്ലിക്ക് ഇരിക്കുന്നതിനോട്ടിരിക്കുന്നത്. ഞാൻ രാവിലെ അമ്പലത്തിലോട്ട് പോകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇത് പുതിയൊരു വഴി കേട്ടോ, ഇതൊക്കെ ഞങ്ങൾ എപ്പോഴും കാണുന്ന വഴിയാണ്. ഇവിടെ പക്ഷേ പുതിയ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ വിജനമായിട്ട് കിടക്കുന്ന ബാംഗ്ലൂർ കണ്ടോ, എല്ലാവരും നടക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പം നടക്കാൻ പോകുന്ന ആൾക്കാരെ മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. സാധാരണ ഇവിടെ വരുമ്പോൾ എന്നോ തിരക്കാന്നറിയോ. ചക്കുപ്പി ഇപ്പം പറഞ്ഞേക്കുന്നതുകൊണ്ട് അതിനകത്ത് പോകണമെന്ന്. അവിടെ ആണെങ്കിൽ ഈ ബേഡ് ഷോ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. ഇപ്പം അവനിപ്പോൾ അതിനകത്ത് പോയി കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. രാവിലെ പൂക്കടകളൊക്കെ തുറന്നിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ട്. ഒന്ന് രണ്ടെണ്ണം, മെയിനായിട്ടുള്ളതൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ തണ്ണിമത്തങ്ങ, മസ്കുമലൻ, കരിക്ക്. ഇവിടൊക്കെ ഒരു 9 മണി 10 മണിയാകുമ്പോൾ പിന്നെ കാല് കുത്താൻ പറ്റില്ല, അമ്മാതിരി തിരക്കാണ്. അയ്യോ, രാവിലെ ഒരു കൂറ്റ സാധനത്തിനെ കണ്ടോ, അതുകൊണ്ട് നടക്കുന്ന അമ്മച്ചി പേടിയാകുന്നു. കണ്ടോ ഗൈസ്, വലിയൊരു വീപ്പയ്ക്ക് തീ പിടിച്ചോണ്ടോ, ടാങ്കറിന് തീ പിടിച്ചു ഗൈസ് കണ്ടോ. അയ്യോ, ആ കുടലിനകത്ത് കയറ്റിയിട്ട് കത്തിച്ചാൽ മതി. അങ്ങനെ ഞാൻ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അമ്പലത്തിലോട്ട് കയറട്ടെ. നാരായണായേതി സമർപ്പയാമി. ഇതാണ് നമ്മളെപ്പോഴും വരുന്ന അമ്പലം, നമ്മുടെ അയ്യപ്പൻ അമ്പലം. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു വന്നപ്പോൾ. എല്ലാവരും പോയെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും കൈനീട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോയി. ഫുഡൊക്കെ ഉണ്ട്, അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ മേടിച്ച് ഞാനും കഴിച്ചു, കൈനീട്ടമൊക്കെ മേടിച്ചു. ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അങ്ങനെ അമ്പലത്തിലൊക്കെ വന്നു, കൈനീട്ടമൊക്കെ കിട്ടി, ഫുഡൊക്കെ കഴിച്ച്. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ചക്കുപ്പി ഇപ്പോൾ എണ്ണിച്ചാണ്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ചെയ്യുന്നിട്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലോട്ട് പോകാം കഴിച്ച് ബാ. എൻ്റെ പുറയിലാണെങ്കിൽ ഒരു നരസിംഹസ്വാമിയുടെ അമ്പലമുണ്ട്, അവിടെ കയറിയില്ല. അതിനപ്പുറത്തൂടെ വഴി കൂടെ പോകണം. ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാണ്. വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും കൈനീട്ടമൊക്കെ മേടിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ചക്കുപ്പി എണ്ണിച്ച് കാണും. ചക്കുപ്പീനെ വിളിച്ച് നീ എണ്ണിപ്പിച്ച് ആശാന് കൈനീട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് എന്തൊക്കെ ഒന്ന് കാണണം പോയിട്ട്. ഒരു വഞ്ചിയൊക്കെ മേടിച്ചിട്ട് 2-3 ദിവസമായിട്ട് എൻ്റെ പുറകെ നടക്കുവാണ്. കൈനീട്ടം തന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ന് സന്തോഷമായി കാണും. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോട്ടെ. എന്നിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകണം. ഇനിയിപ്പോൾ കഴിക്കേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് ഓൾറെഡി കഴിച്ചു. 2 പായസവും പിന്നെ എന്തോ ഒരു പൊടിയോഗ്രയോ അങ്ങനെ എന്തോ സാധനമുണ്ട്, അത് 2 കഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു വാട്ടർ ടാങ്കാണ് ഈ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ. കുറേ നാളായി തുടങ്ങിയിട്ടിരുന്നു, 4-5 വർഷമായെന്ന് തോന്നുന്നു തുടങ്ങിയിട്ട് പണി. ഇതൊരു തീർന്നില്ല. ഇപ്പം വഴിയൊക്കെ പണിയാൻ തുടങ്ങുവാണ്. ഓൾറെഡി പണിയൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നു. ഇല്ല, റോഡൊക്കെ പൊളിച്ചെടുത്തില്ലല്ലോ. ഇപ്പോൾ അത് പണിയാൻ പോകണം റോഡെല്ലാം കൂടെ. ഇതാണ് നമ്മുടെ അമ്പലത്തിലോട്ട് പോകുന്ന വഴി. ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മുടെ അയ്യപ്പൻ അമ്പലം. പിന്നെ കൊണ്ട് അവിടെ ഉണ്ടോ 18-ാം പടി പോലെ ഇങ്ങനെ കിട്ടുന്നുണ്ട്, നമ്മുടെ ശബരിമല പോലെ തന്നെ. പൈസ അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു. അമ്പലത്തിൽ നിന്ന് കൈനീട്ടം കിട്ടി. ഇന്ത്യ കൈനീട്ടം അതുകൊണ്ട് പുതിയ 2 5 നോട്ട്
കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1 രൂപയുടെ നോട്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു കാണാൻ. 10 രൂപ അതിൻ്റെ മുന്നിൽ 1 രൂപയുടെ നോട്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ അത് ഈ പ്രാവശ്യം 1 രൂപ ഇട്ടുമായിരിക്കുന്നു, പക്ഷേ 1 രൂപയില്ല, 5 രൂപയായിരുന്നു. അപ്പം അമ്പലത്തിൽ നിന്ന് കൈനീട്ടം കിട്ടി, പായസം കുടിച്ചു, ചോറുണ്ടു. അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞു. ഇനി ഇവിടുന്ന് 2 ഇഡലി സാമ്പാറും കൂടെ കഴിക്കണം. അപ്പോൾ അമ്മൂസ് വന്നില്ല അമ്പലത്തിൽ, ചക്കുപ്പി എണ്ണിച്ചില്ല. ചക്കുപ്പിനെ കുറേ നേരം കിടന്ന് വിളിച്ച് ലാസ്റ്റ് പിന്നെ കണി കണ്ടിട്ട് കിടന്ന് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്, എന്നിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി. പിന്നെ ഇപ്പോൾ എണ്ണിച്ചില്ല, വിളിച്ചിട്ടൊന്നും എണ്ണിക്കുന്നില്ല. അപ്പോൾ ഇനി അവൻ എണ്ണിച്ചാലില്ലേ, ഞാൻ നല്ല ഡ്യൂട്ടിക്ക് പോവാണ്, സമയമാകുന്നു, 8 മണിയായി. എനിക്ക് ഇവിടുന്ന് 8:00 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ പോട്ടെ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വേണ്ട നാളെ കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു, ചെറിയൊരു വിഷുക്കണി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ചെയ്തേക്കണേ. പിന്നെ ഞങ്ങളുടെ ഷോർട്സ് വീഡിയോ ഒക്കെ എന്നും വരുന്നുണ്ട്, അതും എല്ലാവരും കാണണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വിട്ട് നാളെ കാണാം. ബായ്.